എല്ലാവർക്കും നമസ്കാരം. ഞാൻ ശ്രീകല. എന്നെ മനസ്സിലായി കാണുമല്ലേ? ഇടുക്കി ജില്ലയിലെ അയ്യപ്പൻകോവിൽ എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. അവിടെയാണ് ഞാൻ ജനിച്ചത്. പിന്നെ പഠിച്ചതൊക്കെ ആ ഇടുക്കി ജില്ലയിൽ തന്നെയാണ്. 8 മൈൽ എന്ന് പറയും. പിന്നെ കുറേ നാൾ വൈക്കത്തുണ്ടായിരുന്നു. വൈക്കത്ത് പഠിച്ചു കുറേ നാൾ. അതൊക്കെ ചെറിയ ചെറിയ ക്ലാസ്സിലാണ് കേട്ടോ. അതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ ഒരു 10-14 വയസ്സൊക്കെ ആയപ്പോഴത്തേക്കും ഞാൻ പതുക്കെ അഭിനയമൊക്കെ തുടങ്ങി. ഇന്ന് ഞങ്ങളുടെ നാട്ടിലുള്ള അമച്ചർ നാടകങ്ങളുണ്ടായിരുന്നു. ഓണത്തിനും വിഷുവിനും ഒക്കെ വരുന്ന ആ നാട്ടുകാർ തന്നെ നടത്തുന്ന നാടകം, അമച്ചർ നാടകം. അതിനകത്ത് ചെറിയ ചെറിയ വേഷങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ കഥാപ്രസംഗമൊക്കെ ചെയ്തിട്ടുണ്ട്. കഥാപ്രസംഗം ഞാൻ പഠിച്ചു. കുറച്ച് നാൾ സംഗീതം പഠിച്ചു. പിന്നെ അത് കഴിഞ്ഞ് നാടകത്തിലോട്ട് അയച്ചു. ചങ്ങനാശ്ശേരി ഗീതയിലാണ് ഞാൻ ആദ്യമായിട്ട് പ്രൊഫഷണൽ നാടകത്തിൽ അഭിനയിക്കാനായിട്ട് വരുന്നത്. ചങ്ങനാശ്ശേരി ഗീതയുടെ സാക്ഷി എന്ന നാടകത്തിൽ. സാക്ഷി കഴിഞ്ഞ് പിന്നെ മാപ്പ് 2 വർഷം അവിടെ. പിന്നെ വൈക്കം മാളവിക, സൂര്യസോമ, ചാലക്കുടി സാരഥി, ഒത്തിരി നാടകങ്ങൾ കളിച്ചിട്ടുണ്ട്. എല്ലാ നാടകത്തിലും മെയിൻ ക്യാരക്ടർ തന്നെയാണ്. ആദ്യം വന്ന 2 വർഷം സാക്ഷി മാപ്പിലെ സപ്പോർട്ടിങ് ആക്ട്രസ്സായിട്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ടെല്ലാം നല്ല മെയിൻ ക്യാരക്ടർ തന്നെ ചെയ്തുകൊണ്ടിരുന്നത്. കല്ലുകൊണ്ടൊരു പെണ്ണിലെ വിജയശാന്തി ചെയ്ത വേഷമാണ് ഞാൻ ചെയ്തത്. അതിന് 10-15ഓളം അവാർഡുകളൊക്കെ കിട്ടിയിട്ടുണ്ട്. പിന്നെ നാടകം എന്ന് പറയുന്നത് സീരിയൽ പോലെയല്ല, കുറച്ച് പാടുള്ള ജോലിയാണ്. 10-25 ദിവസത്തെ റിഹേഴ്സലും അത് തുടർന്ന് പിന്നെയുള്ള നാടകങ്ങളും അതൊക്കെ അന്നത്തെ ഒരു രസകരമായൊരു കാര്യങ്ങളാണ്. പിന്നെ സീരിയൽ എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് പറഞ്ഞു തരുന്നത് കേട്ട് നമ്മളങ്ങ് അഭിനയിച്ചാൽ മതിയല്ലോ. നാടകം അങ്ങനെയല്ല, ഭയങ്കരമായ ബുദ്ധിമുട്ടുകളുണ്ട്. പക്ഷേ നാടകമാണ് എനിക്കിപ്പോഴും ഇഷ്ടം. എല്ലാം നല്ല ഓർമ്മകളാണ്. അതിന് പ്രത്യേകിച്ചൊന്നും പറയാനില്ല. നമ്മൾ പിന്നെ ഒരു 7 മണിക്ക് 6:30 മണിക്കാണ് അന്നൊക്കെ ഫൈൻ ആർട്സ് സൊസൈറ്റികളുണ്ട് ഇഷ്ടം പോലെ. എല്ലാ നമ്മുടെ കേരളത്തിലുടനീളം തിരുവനന്തപുരം തൊട്ട് അങ്ങ് കാസർഗോഡ് വരെയുള്ള സ്ഥലങ്ങളിൽ നാടകം കളിച്ചിട്ടുണ്ട്. അവിടെ 6:30ക്കാണ് പ്രോഗ്രാം തുടങ്ങുന്നത്. 6:30ക്ക് പ്രോഗ്രാം തുടങ്ങിയാൽ 2.5 മണിക്കൂറാണ് അന്നത്തെ നാടകം. അത് കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം രാവിലെ 7:30 മണി വരെ നാടകം കളിച്ച സമയങ്ങളുണ്ട്. പിന്നെ 4 നാടകമൊക്കെ ഒരു ദിവസം കളിക്കും, 4 ഞങ്ങൾ നാടക സംബന്ധമായിട്ട് ഞങ്ങൾ വെഞ്ഞാറമൂട്ടിലാണ് കുറേ നാൾ താമസിച്ചുകൊണ്ടിരുന്നത്. കല്യാണം എല്ലാം കഴിഞ്ഞ് വെഞ്ഞാറമൂട്ടിലായിരുന്നു. അപ്പോൾ അവിടെ പെരപ്പൻകോട് ജിത്തെന്ന് പറയുന്ന ഒരു പിന്നെ പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് ഉണ്ടായിരുന്നു അന്ന്. ആ പുള്ളിക്കാരനാണ് എന്നെ ആദ്യമായിട്ട് ഈ സീരിയലിന് വിളിക്കുന്നത്. അത് സൂര്യകാന്തി എന്ന് പറയുന്ന VN മോഹൻദാസ് സാറിൻ്റെ സൂര്യകാന്തി എന്ന് പറയുന്ന സീരിയലായിരുന്നു ഞാൻ ആദ്യമായിട്ട് ചെയ്തത്. അതേ തുടർന്ന് പിന്നെ സാജൻ എന്ന് പറഞ്ഞൊരു ഡയറക്ടർ, ചക്കര ഉമ്മ ഒക്കെ ചെയ്ത സാജൻ എന്ന് പറഞ്ഞൊരു ഡയറക്ടർ, അവരുടെയൊക്കെ വർക്കുകളാണ് ഞാൻ ആദ്യം ചെയ്തിരുന്നത്. പിന്നെ അത് തുടർന്ന് പിന്നെ കുറേ നാൾ വർക്കുകളൊന്നും ഇല്ലായിരുന്നു. അതിനുശേഷം ഇങ്ങോട്ട് ഒത്തിരി ഡയറക്ടേഴ്സിൻ്റെ കൂടെ ഒരുപാട് സീരിയലുകൾ ചെയ്തിട്ടുണ്ട്. പിന്നെ 10-15ഓളം സിനിമ ചെയ്തിട്ടുണ്ട്. കലാഭവൻ മണിയുടെ അമ്മയായിട്ട്, ജഗതിയുടെ അമ്മയായിട്ട്, പിന്നെ ദിലീപിൻ്റെ അമ്മയായിട്ട്, ജയസൂര്യയുടെ അമ്മയായിട്ട് കുറേ സിനിമകളും ചെയ്തിട്ടുണ്ട്. സീരിയലുകൾ എന്ന് പറയുന്നത് സീരിയലുകളിൽ ഞാൻ നായികയായിട്ട് അഭിനയിച്ചിട്ടില്ല. എല്ലാ അമ്മ ക്യാരക്ടർ, എല്ലാ രീതിയിലുള്ള ക്യാരക്ടേഴ്സും ഞാൻ ചെയ്തിട്ടുണ്ട്. ജോലിക്കാരിയായി ചെയ്തിട്ടുണ്ട്, അമ്മായിയമ്മ, പിന്നെ SI ആയിട്ട് ചെയ്തിട്ടുണ്ട്, ഡോക്ടറായിട്ട് ചെയ്തിട്ടുണ്ട്, പിന്നെ കോൺസ്റ്റബിളായിട്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ കുറേ സീരിയൽസൊക്കെ ചെയ്തിട്ടുണ്ട്. മന്ത്രവാദിനിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പം ഞാൻ ഏഷ്യാനെറ്റിൻ്റെ സ്വാമി അയ്യപ്പനിലെ ഒരു കാളിമുത്തി എന്ന് പറയുന്നൊരു ക്യാരക്ടറാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ എന്ന് സ്വന്തം ജാനിയിലെ ശകുന്തള അമ്മായിയായിട്ട്, എല്ലാവരും ആ സീരിയലിൽ എന്നെ അമ്മായി എന്നാണ് വിളിക്കുന്നത്. ആ സീരിയൽ ചെയ്യുന്നുണ്ട്. പിന്നെ ഭാര്യ, ഇപ്പോൾ 3 സീരിയലാണ് ചെയ്യുന്നത്. ഭാര്യയിലെ നായകൻ്റെ അമ്മയായിട്ടാണ്. വളരെ സെൻറ്റി ആയിട്ടുള്ള ക്യാരക്ടറാണ്. കുറേ നല്ല നല്ല സീൻസുകളെല്ലാം ഉണ്ടായിരുന്നു. അയ്യപ്പനകത്ത് തന്നെ ഒരു ഒത്തിരി വെറൈറ്റി ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ് ചെയ്യുന്നത്. കാട്ടിലെ വേഷങ്ങളൊക്കെയാണ് ഇടുന്നത്. ഒരു പ്രത്യേക ഭാഷയും. ജാനിയിലെ പിന്നെ ശകുന്തള അമ്മായി
കാല് വയ്യ. പക്ഷേ ഈ ശകുനിയമ്മായി എന്ന് പറയുന്നതായിരിക്കും ഒന്നുകൂടെ ശരിയെന്നാണ് എല്ലാവരും പറയുന്നത്. എന്നാന്ന് ചോദിച്ചാൽ എല്ലാവരും അവിടെ പറഞ്ഞ് ഇവിടെ പറഞ്ഞ് അങ്ങോട്ട് തെറ്റിച്ച് ഇങ്ങോട്ട് തെറ്റിച്ച് മുഴുവനും കുതന്ത്രങ്ങളുമായിട്ട് നടക്കുന്ന ഒരു അമ്മായി. അതാണ് ശകുന്തള അമ്മായി. പ്രേക്ഷകർ നല്ല ഇതാണ് കേട്ടോ. സത്യം പറഞ്ഞാൽ നാടകത്തിലൊന്നും അഭിനയിക്കുമ്പോൾ നമ്മളെ അത്രയ്ക്ക് അങ്ങോട്ട് ആൾക്കാർ അറിഞ്ഞുകൂടാ. പക്ഷേ സീരിയലിലൊക്കെ വന്നതിന് ശേഷം ഇപ്പം നമ്മൾ എപ്പം പുറത്തോട്ട് ഇറങ്ങിയിട്ടുണ്ടെങ്കിലും എല്ലാവർക്കും നമ്മളെ അതന്നെ ഒത്തിരി കണ്ട് പരിചയമുള്ള ഒരാളിനെ പോലെയാണ് എല്ലാവരും സംസാരിക്കുന്നത്. ഒരു അമ്പലത്തിൽ പോയാലും മാർക്കറ്റിൽ പോയാലും പിന്നെ അല്ലാതെ യാത്ര ചെയ്താലും എങ്ങനെയാണെങ്കിലും വളരെ നല്ല ഒരു ഇതാണ്. നന്നായിരുന്നു കേട്ടോ ചേച്ചി, നല്ലതായിരുന്നു, ആ ക്യാരക്ടർ നന്നായിട്ട് ചേച്ചി അത് ചെയ്തു, അതാ മറ്റേ ക്യാരക്ടർ അങ്ങനെയായിരുന്നു, ഇതങ്ങനെയായിരുന്നു എന്നെല്ലാം ഒത്തിരി അഭിപ്രായങ്ങൾ, വളരെ നല്ല അഭിപ്രായങ്ങളാണ് പറയുന്നത്. പിന്നെ കുറച്ച് ആളുകളൊക്കെ പറഞ്ഞിട്ടുണ്ട് ചേച്ചിയുടെ അഭിനയത്തെക്കാളും ചേച്ചിയുടെ ഡയലോഗ് പ്രസൻറ്റേഷനാണ് ഇഷ്ടമെന്ന്, അങ്ങനെയും പറയുന്നവരുണ്ട്. സിനിമയിൽ ഞാൻ പിന്നെ രാജസേന സാറിൻ്റെ പൃഥ്വിരാജ് നായകനായിട്ടുള്ള ഒരു സിനിമയാണ് ആദ്യം ചെയ്തത്. നക്ഷത്ര കണ്ണുള്ള രാജകുമാരൻ, അവനുണ്ടൊരു രാജകുമാരി, അങ്ങനെയാണ് ആ സിനിമയുടെ പേര്. അതിൽ രാജസേന സാറായിരുന്നു അതിൻ്റെ ഡയറക്ഷൻ. അതിനകത്ത് വളരെ ത്രൂ ഔട്ട് ജഗതിയുടെ അമ്മയായിട്ടാണ് ഞാൻ ചെയ്യുന്നത്. ഒരു കണ്ണും കാണത്തില്ല, ഒരു ചെവിയും കേൾക്കത്തില്ലാത്ത ഒരു തള്ള. പിന്നെ പക്ഷേ അതിനകത്തൊരു കാര്യം, ആദ്യമേ നമ്മൾ ചെന്നപ്പോൾ ഭയങ്കര ക്രൗഡായിരുന്നു ഈ ആളുകളെ, ആർട്ടിസ്റ്റുകളൊക്കെ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ എനിക്ക് ഒരു പുതിയ ഒരു അനുഭവമാണ് അവിടെ ചെന്നപ്പോൾ. എനിക്ക് അറിയാം, സത്യത്തിൽ അറിയാം, പക്ഷേ അവർ പറയുമ്പോൾ ഞാനതങ്ങ് മറന്നു പോകും. അപ്പോൾ അകത്തുനിന്ന് ഇറങ്ങി പുറത്തോട്ട് വന്നിട്ട് പിന്നെ അവിടെ ഒരു ശബ്ദം കേൾക്കും, അങ്ങോട്ട് നോക്കേണ്ടതാണ് എൻ്റെ ഫസ്റ്റിലത്തെ സീന്. പക്ഷേ ഞാൻ അകത്തുനിന്ന് ഇറങ്ങി നേരെ ശബ്ദം കേട്ടിടത്തോട്ട് നോക്കി ഇങ്ങോട്ട് വരണം. പക്ഷേ ഞാൻ അങ്ങോട്ട് അങ്ങനെ ഇടയ്ക്ക് വന്നിച്ചങ്ങ് നിൽക്കും. അപ്പോൾ അങ്ങനെ ഒരു 5-8 ടേക്ക് അങ്ങ് എടുത്തു. അപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര വെപ്രാളവും പരവേശവും എല്ലാം ആയി. അത് കഴിഞ്ഞിട്ട് പിന്നെ അന്നത്തേക്കത് പെൻഡിങ്ങിൽ വെച്ചിട്ട് എൻ്റെ പേടിയൊക്കെ ഒന്ന് മാറിയിട്ട് പിറ്റേ ദിവസമാണ് ആ ഷോട്ട് എടുത്തത്. അത് കഴിഞ്ഞുള്ള ഷോട്ടുകളൊക്കെ ആയപ്പോഴത്തേക്ക് എനിക്കങ്ങ്, അപ്പം ജഗതി ചേട്ടൻ അന്നേരത്തെ എന്നോട് പറഞ്ഞു, എടോ ഇതിൻ്റെ ബേസിക് എന്ന് പറയുന്ന ഹ്യൂമറാണ്, അത് മനസ്സിലിട്ടങ്ങ് ചെയ്താൽ മതി, അപ്പോൾ അതെല്ലാം തന്നെ വന്നുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളിക്കാരനാണ് എനിക്ക് എന്നാ പറയുന്ന ഒരു പ്രചോദനം പറഞ്ഞ് ആദ്യമായിട്ട് എനിക്ക് ഡയറക്ടർ എനിക്ക് പറഞ്ഞു തന്നു. എങ്കിൽ പോലും ഈ ജഗതി ചേട്ടനാണ് ഇങ്ങനെ അതിങ്ങനെ വേണം ചെയ്യാനെന്നുള്ളത് ജഗതി ചേട്ടൻ പറഞ്ഞപ്പോഴാണ് എനിക്കത് മനസ്സിലായത്. പിന്നെയുള്ള സീൻസ് എല്ലാം വളരെ നല്ലതായിരുന്നു. ആ സിനിമയിൽ ഏറ്റവും നല്ല അഭിപ്രായം എനിക്കായിരുന്നു. പക്ഷെ അന്ന് പെൻഡിങ്ങിൽ വെച്ച ഷോട്ട് 2 ദിവസം കഴിഞ്ഞപ്പം പിന്നെ അതെടുത്തു. പിന്നെ അത് ഞാൻ കറക്റ്റായിട്ട് ചെയ്തു. പിന്നെ ചക്കരമുത്തിനകത്ത് ദിലീപിൻ്റെ അമ്മയായിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ അതിനകത്ത് ഈ ആക്ടിവിറ്റി ചെയ്തുകൊണ്ട് പിന്നെ ഡയലോഗ് നിറച്ച് ഡയലോഗാണ്. അതങ്ങനെ ചെയ്തുകൊണ്ട് പറയേണ്ട ഒരു സീൻസുണ്ട്. അതായത് ഒരു പാടത്ത് ജോലി ചെയ്യുന്ന ഒരു സ്ത്രീയാണ് ഞാൻ. അപ്പോൾ അവർ നെല്ലൊക്കെ കൊയ്തുകൊണ്ട് വന്ന് മുറ്റത്ത് പുഴുങ്ങിയിട്ടത് പിന്നെ പരമ്പിട്ട് അതിലിട്ട് നെല്ല് ചിക്കണം, കരയണം, മൂക്ക് പിഴിയണം, എന്നിട്ട് കാലുകൊണ്ട് ഇങ്ങനെ നെല്ല് ചിക്കി പോകണം, പിന്നെ അത് കൈ കൊണ്ട് ഇങ്ങനെ ചിക്കണം, ഡയലോഗും കൂടെ വരണം. അപ്പോൾ അന്നേരം എനിക്ക് ഒരു പണി കിട്ടി. അങ്ങനെ കുറച്ച് സമയം അതും ഇത് പറഞ്ഞ പോലെ ഒരു 5-8 ടേക്ക് എൻ്റെ അങ്ങ് തെറ്റി. പിന്നെ അപ്പോൾ പക്ഷേ ഡയലോഗ് ഫുള്ള് എനിക്ക് ചുമ്മാ ഇരുന്നാൽ പറയാനറിയാം, ജോലി ചെയ്തുകൊണ്ട് പറയാനറിയത്തില്ല. അപ്പോൾ അങ്ങനെ ആയപ്പോഴത്തേക്കും പിന്നെ അന്ന് നമുക്ക് പിന്നെ പ്രോമിറ്റ് ചെയ്ത് തരത്തില്ല, നമ്മൾ ഓർത്തിരുന്ന് പറഞ്ഞോണം. അപ്പോൾ എൻ്റെ ഒരു വെപ്രാളമൊക്കെ കണ്ടിട്ടാന്ന് തോന്നുന്നു ലോഹിതാസ് സാർ പറഞ്ഞു കൊടുക്കാൻ പറഞ്ഞു അസോസിയേറ്റിൻ്റെ അടുത്ത്. അങ്ങനെ പറഞ്ഞു കൊടുത്തു. അതിനകത്ത് എൻ്റെ നല്ലൊരു ക്യാരക്ടറായിരുന്നു. പിന്നെ 10-ാം നിലയിലെ തീവണ്ടി എന്ന് പറഞ്ഞ ഒരു സിനിമ ഞാൻ ചെയ്തു. ഇന്നസേട്ടൻ്റെ ഭാര്യയായിട്ട്, ജയസൂര്യയുടെ അമ്മയായിട്ട്. അതിനകത്ത് പിന്നെ നല്ലൊരു ക്യാരക്ടറായിരുന്നു. കുറച്ച് സീൻസുകളൊക്കെ ഉണ്ട്, കുറേ നല്ല ഷോട്ടുകളുണ്ടായിരുന്നു. ഈ സീരിയൽ ഫീൽഡിൽ ഞാൻ വന്നതിന് ശേഷം ഒത്തിരി ക്യാരക്ടേഴ്സ് ചെയ്തിട്ടുണ്ട്, എല്ലാം നല്ലത് തന്നെയാണ്. പക്ഷേ എങ്കിലും ജോയ്സ് സാറിൻ്റെ കഴിഞ്ഞ 2 വർഷം മുമ്പുള്ള മഞ്ഞുരുകും കാലം എന്ന് പറഞ്ഞൊരു സീരിയലുണ്ടായിരുന്നു. അതിനകത്ത് കരുനാഗപ്പള്ളി സരസമ്മ എന്ന് പറയുന്നൊരു ക്യാരക്ടറാണ് ഞാൻ ചെയ്തത്. ജനങ്ങളെല്ലാം ഒന്നോടെ എന്നെ പ്രാഗി കുന്നു നശിപ്പിച്ചൊരു വേഷമായിരുന്നു എൻ്റെത്. എൻ്റെ ഭയങ്കര ഇതായിരുന്നു കേട്ടോ. എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടതും അത് പിന്നെ ആ ഒരു ക്യാരക്ടറാണ്, പിന്നെ കരുനാഗപ്പള്ളി സരസമ്മ. എൻ്റെ മോനുണ്ട്, എൻ്റെ അമ്മയുണ്ട്, പിന്നെ ചേച്ചിയുണ്ട്, എൻ്റെ അനിയത്തിയുടെ മോനുണ്ട്. അവൻ എൻ്റെ കൂടെ വന്നാണ് M.Com അവിടെ പഠിക്കുന്നത്.
ഇത്രയും പേരാണ് ഞങ്ങൾ ഈ വീട്ടിലുള്ളത്. പിന്നെ മോൻ്റെ ഭാര്യയുണ്ട്, അവൾ ഡെലിവറി ആയിട്ട് പിന്നെ അവളുടെ വീട്ടിലാണ്. ഞാൻ അമ്മൂമ്മയാണ്. 1 മാസമായി മോനുണ്ടായിട്ട്. അങ്ങനെ വളരെ ഒരു ഹാപ്പിയാണ് ഞാനിപ്പോൾ. പിന്നെ മോന് ചെറിയൊരു ബിസിനസ്സൊക്കെ ഉണ്ട്. ഈ സോഫ, ഇതുപോലത്തെ മോഡൽ സോഫ ഉണ്ടാക്കുന്ന, കവേർഡ് സോഫ ഉണ്ടാക്കുന്ന ഒരു ബിസിനസ് പാപ്പനും കൂടെ അവൻ ഇട്ടിട്ടുണ്ട് സ്വന്തമായിട്ട്. പിന്നെ ഒരു കലാകാരൻ അല്ലെങ്കിൽ ഒരു കലാകാരിയെ സംബന്ധിച്ചിടത്തോളം ഈ പ്രേക്ഷകരെന്ന് പറയുന്നതാണ് ഒരു ആർട്ടിസ്റ്റുകളുടെ ഒരു ബലം എന്ന് പറയുന്നത്. അവർ കൊള്ളിയാലെന്ന് പറഞ്ഞാൽ പിന്നെ നമ്മൾ അതിനകത്തൊന്നും ചെയ്തിട്ടൊരു കാര്യമില്ല. ഈ ചേച്ചി അത് മോശമായിരുന്നെന്ന് പറഞ്ഞാൽ പിന്നെ നമുക്ക് അത് അങ്ങനെ പറയുന്നവരോട് പലതും ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷേ ദൈവം സഹായം കൊണ്ട് ഇന്ന് വരെ ഞാൻ ചെയ്ത ഒരു ക്യാരക്ടറും മോശമാണ്, അല്ലെങ്കിൽ ഓരോ സീരിയൽ കാണുമ്പോഴും ഓരോ ദിവസത്തെ എപ്പിസോഡുകൾ കാണുമ്പോഴും എല്ലാം വളരെ നല്ല രീതിയിലാണ് പിന്നെ പ്രേക്ഷകർ എന്നോട് സംസാരിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ പ്രേക്ഷകരെന്ന് പറയുന്നവരാണ് നമ്മുടെയൊക്കെ ഒരു ബലമെന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങളുടെ എല്ലാവിധ സ്നേഹവും സപ്പോർട്ടും ഇനി എനിക്കുണ്ടാവണം.